2009 അവരുടെ മകൻ മരിക്കുന്നു. 2013 അവരുടെ രണ്ടാമത്തെ മകൻ മരിക്കുന്നു. 2014 അവരുടെ ഭർത്താവ്, അമ്മ, ബ്രദർ എല്ലാവരും അവർക്ക് നഷ്ടമാകുന്നു. പക്ഷേ അവിടുന്ന് 8 വർഷങ്ങൾക്ക് ശേഷം 2022 അവർ ഇന്ത്യയുടെ പ്രസിഡന്റ്. ദ്രൗപദി മുർമു ഒഡീഷയിലെ ചെറിയൊരു ട്രൈബൽ വില്ലേജിലാണ് ജനിച്ചത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഒഡീഷയിലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ടാണ് അവർ ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം ഒരു സ്കൂൾ ടീച്ചറായിട്ടും ജോലി ചെയ്തു വന്നിരുന്നു. അതിനുശേഷം 1997 അവരുടെ കൗൺസിലിൽ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റായി ഇലക്ട് ആവുന്നു. 2000 മുതൽ 2009 വരെ 2 തവണ MLA ആയും 2 തവണ സ്റ്റേറ്റ് മിനിസ്റ്ററായും ഇലക്ട് ആവുന്നു. ആൻഡ് ഇൻ 2009 ആദ്യമായി ലോക്സഭാ ഇലക്ഷനിൽ നിന്ന് പരാജയപ്പെടുകയാണ്. അതേ വർഷം തന്നെ അവരുടെ അടുത്ത മകനും മരണപ്പെടുകയാണ്. അതിനൊക്കെ ശേഷം അവരുടെ മരുമകളും ജീവിതത്തിൽ തനിച്ചാകുന്നു. പിന്നെ നമ്മൾ അവരെ കാണുന്നത് 2015 ജാർഖണ്ഡിന്റെ ഗവർണറായിട്ടാണ്. ആൻഡ് ഫൈനലി 2022 ഇന്ത്യയുടെ പ്രസിഡന്റായി. ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. പ്രതിഭ പാട്ടീലിന് ശേഷം രണ്ടാമത് ഇന്ത്യൻ പ്രസിഡന്റ് ആവുന്ന സ്ത്രീ കൂടിയാണ് ദ്രൗപദി മുർമു. ആൻഡ് പ്രസിഡന്റായി സെലക്ട് ആവുന്ന യങ്ങസ്റ്റ് പേഴ്സൺ. ഇതാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ ലൈഫ് ജേർണി.